നമുക്ക് ലാഭം ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഡോളേഴ്സാണ്. കാരണം മലാക്ക കടലിടുക്ക് അതിൻ്റെ അടുത്താണ്. ദക്ഷിണ ചൈന കടലിനകത്തേക്ക് കിടക്കുന്ന ഈ മലാക്ക കടലിടുക്ക് എന്ന് പറയുന്നത് ചൈനയുടെ ലൈഫ് ലൈൻ എനർജി സോഴ്സുകളിൽ ഒന്നാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇതൊരു വലിയ പണിയാവും. നമ്മുടെ നിക്കോബാർ പ്രോജക്റ്റ് അതിൻ്റെ അപ്പുറത്താണ്, അതായത് ആൻഡമാനിൻ്റെ 17 കിലോമീറ്റർ അപ്പുറത്താണ് വിജയപുരത്ത് ഇപ്പോൾ എണ്ണ ശേഖരം, വമ്പൻ പ്രകൃതി വിഭവ ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അവിടെ ഗണ്യമായ തോതിലുള്ള എണ്ണയുണ്ട് എന്ന റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം. അതായത് ഈ ആൻഡമാനിലെ വിജയപുരം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് 2 കിണറുകളിലാണ് ഇപ്പോൾ ആ പ്രകൃതി വാതക ശേഖരം കണ്ടെത്തിയിരിക്കുന്നത്, എണ്ണ ശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. 87% മീഥെയിൻ ഗ്യാസാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ പെട്രോളിയം മന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി ഈ കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അതായത് അതായത് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ 85% പെട്രോളും, അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ട ഊർജ്ജം, ഒരു രാജ്യം ചലിക്കണമെങ്കിൽ ആ രാജ്യത്തിന് എന്താണ് വേണ്ടത്? ഊർജ്ജമാണ് വേണ്ടത്. ഭക്ഷണം എന്നുള്ളത് ആദ്യത്തെ പ്രിഫറൻസ്, അത് നമ്മൾ എന്നോ തീർത്ത് കഴിഞ്ഞു. 1964 അമേരിക്ക നമ്മൾ നോക്കിയിട്ട് പറഞ്ഞു ഗോതമ്പ് തരില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രി ഞങ്ങളെങ്കിൽ പട്ടിണി കിടക്കും എന്ന് പറഞ്ഞ് പട്ടിണി കിടന്ന് ജയ് ജവാൻ ജയ് കിസാൻ തുടങ്ങി അവിടെ നിന്നും നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിൽ എത്തിച്ചു. അതിനുശേഷമാണ് അമേരിക്കയിലുള്ള ബെസൻറ്റും കിസൻറ്റും ഒക്കെ ഇന്ത്യയെ നോക്കിയിട്ട് ഒരു പിടി ചോളമെങ്കിലും വാങ്ങിച്ചുകൂടെ എന്ന് ചോദിച്ചത്.